വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശം പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വയനാട്ടിലുണ്ടായത് അതിഭയാനകമായ ദുരന്തമാണ്, ശാസ്ത്രം തലകുനിച്ചു നിൽക്കുന്ന അവസ്ഥയെന്നും സുരേഷ് ഗോപി. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലെത്തിയത്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നീ പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ ISROയുടെ സഹായം തേടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പുനരധിവാസം സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് ചെയ്യും. മാനസിക പുനരധിവാസത്തിനാണ് മുൻഗണന. ദുരന്തത്തിൽ അകപ്പെട്ടവർക്കെല്ലാം കൗൺസിലിംഗ് നൽകും. ഏറ്റവും കഠിന പ്രയത്നം മാനസികാരോഗ്യ പുനരധിവാസമാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. പുനരധിവാസത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ പുനരധിവാസം അവർക്ക് ആരോഗ്യ പരിപാലനം, അവർക്ക് പൂർണ്ണമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും ഒന്നടങ്കം എല്ലാവർക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത് അവരുടെ മാനസികമായ ഒരു പുനരധിവാസമായിരിക്കും ഇതിനകത്ത് ഏറ്റവും കഠിനമായ പ്രയത്നം. സർക്കാർ കൃത്യം കണക്കുകൾ തന്നാൽ ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് പഠിച്ച് പരിശോധിക്കുമെന്നും വ്യക്തമാക്കി. അതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. നിങ്ങൾ ഇതിനു മുമ്പുള്ള സംഭവങ്ങളെല്ലാം വെച്ച് നോക്കണം, അത് അന്വേഷിച്ചിട്ട് ചോദിക്കണം. ഉത്തരവാദിത്വം എന്താണോ അത് നിറവേറ്റിയിരിക്കും. അതിന് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഉത്തരവാദിത്വം നിറവേറ്റപ്പെടും. പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി സുരേഷ് ഗോപി സംസാരിച്ചു. ന്യൂസ് മലയാളം, വയനാട്.